ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അർബൻ സോഷ്യോളജിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബ്ലോക്ക് 4 നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 3 ബ്ലോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അർബൻ സോഷ്യൽ ലൈഫുമായി ബന്ധപ്പെട്ട തിയറികളായിരുന്നു അതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. ഈ ബ്ലോക്കിൽ നമുക്ക് ഡിസ്കഷൻ വരുന്നത്, കാര്യമായിട്ടുള്ള ചർച്ച വരുന്നത് അർബൻ എക്കോളജിയെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും യൂണിറ്റ് 2 അല്ല, യൂണിറ്റ് 1 ആണ്, ചെറിയൊരു മിസ്റ്റേക്ക്. അപ്പോൾ അർബൻ എക്കോളജി ഡെഫിനിഷൻ ആൻഡ് പ്രോസസ്സ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ അർബൻ എക്കോളജി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, അർബൻ എക്കോളജി എന്ന് പറയുന്നത് ഈ അർബൻ എക്കോളജി എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് ആരംഭിക്കുന്ന 1-2 ചാപ്റ്ററിലൊക്കെ തന്നെ ഡിസ്കഷൻ വരുന്നുണ്ട്. ഇത് ചിക്കാഗോ സ്കൂള് ആയിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്, അല്ലെങ്കിൽ ഒരു തിയറിയാണ്. അത് ഈ പറയുന്ന രീതിയിൽ അവർ വികസിപ്പിച്ചെടുത്ത നഗരത്തിനെ പറ്റി പഠിക്കാനായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു പ്രത്യേക രീതിയാണ്, അല്ലെങ്കിൽ പഠനങ്ങളാണ് അർബൻ എക്കോളജി എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ആൾക്കാർ റോബർട്ട് പാർക്ക്, ഏണസ്റ്റ് ബർഗേഴ്സ്, മെക്കൻസി, ഇതൊക്കെ ഹൗലേക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ നഗരങ്ങളിലെ അർബൻ പോപ്പുലേഷൻ അവരെങ്ങനെയൊക്കെയാണ് നഗരങ്ങളിൽ വീതിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വിതരണം ആക്കിയിരിക്കുന്നത് എന്നൊക്കെയുള്ള ഇതിനുമായി ബന്ധപ്പെട്ട് ഈ ബയോളജിയിലെ പല പ്രിൻസിപ്പിളും വെച്ച് പഠിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ അർബൻ എക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞാൽ, മറ്റു രീതിയിൽ പറഞ്ഞാൽ, നഗരങ്ങളിലെ ജനസംഖ്യ, പോപ്പുലേഷൻ എങ്ങനെയാണ് നഗരങ്ങളിൽ വീതിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പഠിക്കാൻ ശ്രമിക്കുന്നു. അതിൽ നഗരത്തിൻ്റെ പരിസ്ഥിതിക്ക് എന്ത് പങ്കാണ് എന്ന് പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നഗരങ്ങളിൽ ജനങ്ങൾ താമസിക്കുന്നത് യാദൃശ്ചികമായിട്ടല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാവും. ഒരു പ്രത്യേക കോമൺ പൊതുവായിട്ട് ഒരു കൾച്ചർ, അല്ലെങ്കിൽ ഒരു ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു വംശത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഒരുമിച്ച് താമസിക്കുകയാണ് ശരിക്കും പൊതുവെ നഗരത്തിൽ ചെയ്യുന്നത്. ഇത് കോമ്പറ്റീഷൻ മൂലമാണ് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോപ്പുലേഷനിൽ വരാൻ കാരണം എന്നുള്ളത് നമുക്കറിയാം. അപ്പം അതിനെ പറ്റിയിട്ടാണ് കൂടുതൽ പറയുന്നത്. അപ്പോൾ അർബൻ എക്കോളജി എന്ന് പറയുന്നത് ചിക്കാഗോ സ്കൂളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എങ്ങനെയാണ് വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങൾ നഗരത്തിലെ ഏറ്റവും ശുഷ്കമായിട്ടുള്ള വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാൻഡാണ്, ഭൂമിയാണ്. നഗരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ താമസിക്കുക, എന്നാൽ അവരെ ഉൾക്കൊള്ളാൻ ഭൂമിയാണ് നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. അത് എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ ഈ വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് മത്സരം നടത്തുന്നത്, അല്ലെങ്കിൽ മത്സരത്തിൽ ഏർപ്പെടുന്നത്, ഇതൊക്കെ ഭൂമി എങ്ങനെയാണ് വീതിക്കപ്പെടുന്നത്, ഇതൊക്കെ സംബന്ധിച്ചുള്ള തിയറികളാണ് അർബൻ എക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോമ്പറ്റീഷൻ ആൻഡ് അഡാപ്റ്റേഷൻ, ഇങ്ങനെയുള്ള നഗരത്തിൽ ഭൂമി കുറവാണ്, അത് ഈ പറയുന്ന രീതിയിൽ അതിനു വേണ്ടി ആൾക്കാരും ഈ പറയുന്ന മനുഷ്യന്മാർ മത്സരത്തിൽ ഏർപ്പെടുന്നു, മത്സരത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് പലപ്പോഴും അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് ഒരു പ്രത്യേക ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഒരു പ്രത്യേക നഗരത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് താമസിക്കാൻ കാരണമാകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യമുണ്ട്. പ്രകൃതിയെ പോലെ തന്നെ എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരേ ക്ലാസ്സിൽപ്പെട്ട, ഒരേ വർഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഒരേ വംശത്തിൽപ്പെട്ട ആൾക്കാർ നഗരത്തിൽ ഒരുമിച്ചായിരിക്കും താമസിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഡിവിഷൻ ഇത് കാരണമാവുന്നത് ഈ പറയുന്ന ഭൂമിക്ക് വേണ്ടിയുള്ള കോമ്പറ്റീഷനും കോപ്പറേഷനുമാണ്. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾ ഒരു പ്രത്യേക പ്രദേശത്ത് ഒരുമിച്ച് താമസിക്കുന്നവരായിട്ട് സിറ്റിയിൽ പൊതുവെ കാണപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് എക്കോളജി എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് ബയോളജിയിലെ ഒരു ടേമാണ്, ബയോളജിയിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. ഈ പറയുന്നതിൽ ബീയിങ്സും ജീവികളും അതിൻ്റെ ചുറ്റുപാടുള്ള പ്രകൃതിയും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് എക്കോളജി പഠിക്കുന്നത്. അത് ഈ പറയുന്ന രീതിയിൽ അർബൻ
അല്ലെങ്കിൽ നഗരത്തിലേക്ക് കൊണ്ടുവരും, നഗരത്തിലെ മനുഷ്യന്മാരും അതിൻ്റെ പ്രകൃതിയും എങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ പരിസ്ഥിതിയും എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു എന്നതാണ് അർബൻ എക്കോളജിയിൽ പ്രധാനമായിട്ടും വിശദീകരണം കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ്, പലപ്പോഴും ഒരൊറ്റ ക്ലാസ്സിലുള്ളവർ നഗരത്തിലൊരു പ്രദേശത്തായിരിക്കും താമസിക്കുക. ഓക്കെ, ഒരു ഹൈ ക്ലാസ് താമസിക്കുന്നത് മാത്രമായിട്ടുള്ള ഒരു ഏരിയാസ് ഉണ്ടാവും, ഈ വർക്കിംഗ് ക്ലാസ് താമസിക്കുന്നത് മാത്രമായിട്ടൊരു ഏരിയ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന ലോ ക്ലാസ് താമസിക്കുന്ന ആൾക്ക് ഏരിയാസ് ഉണ്ടാവും. ഇങ്ങനെ കാണപ്പെടുന്നത് സിറ്റികളിലാണ്. ഇത് കോമ്പറ്റീഷൻ മൂലം, സ്ഥലത്തിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ മൂലമാണ് ഒരു പ്രത്യേക വിഭാഗം ഒരു പ്രത്യേക പ്രദേശത്തേക്ക് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇത്തരത്തിൽ നഗരത്തിൻ്റെ ഈ പറയുന്ന രീതിയിൽ പരിസ്ഥിതിയും അവിടത്തുള്ള മനുഷ്യന്മാരും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കാൻ അർബൻ എക്കോളജി നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ സിറ്റീസ് ആസ് എ ലിവിങ് സിസ്റ്റംസ് ഒരു സിസ്റ്റമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രകൃതി, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പരിസ്ഥിതി പോലുള്ള ഹാബിറ്റാറ്റ് പോലെയുള്ള ഒരു സാധനമായിട്ടാണ് ഒരു സിറ്റിയിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ മനുഷ്യന്മാരും ഹ്യൂമൻ പോപ്പുലേഷനും അർബൻ ഏരിയാസിലെ ബിൽഡും നാച്ചുറലുമായിട്ടുള്ള എൻവയോൺമെൻറ്റ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. മനുഷ്യന്മാർ നിർമ്മിച്ചെടുത്തതും പ്രകൃതിപരമായിട്ടുള്ള ഒരു പരിസ്ഥിതിയും, നഗരങ്ങളിലെ നിർമ്മിച്ചെടുത്തതും പ്രകൃതിപരമായിട്ടുള്ള പരിസ്ഥിതിയും അവിടുത്തെ ഹ്യൂമൻ പോപ്പുലേഷനും തമ്മിലുള്ള കണക്ഷൻസ്, ബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അർബൻ എക്കോളജി പ്രധാനമായിട്ടും ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ അർബൻ എക്കോളജി എന്ന് പറയുന്നത് ഒരേ സമയം അർബൻ ഏരിയാസ് എന്ന് പറയുന്നത് ഒരേ സമയം ഉണ്ടാകുന്ന ആ സ്ഥലം, ആ എൻവയോൺമെൻറ്റ് തനിയെ രൂപപ്പെട്ടതും ഉണ്ട്, അതിനോടൊപ്പം മനുഷ്യന്മാർ രൂപീകരിച്ചതും ആ പരിസ്ഥിതിയുടെ ഭാഗമാണ്. അപ്പോൾ ആ പരിസ്ഥിതിയും മനുഷ്യന്മാരും തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ്, എങ്ങനെ കണക്റ്റഡായി നിൽക്കുന്നു എന്നുള്ളതാണ് അർബൻ എക്കോളജി പ്രധാനമായിട്ടും ഡിസ്കഷൻ വരുന്നത്. അർബൻ എക്കോളജി ഒരുപാട് ഡിസിപ്ലിൻസ്, ജോഗ്രഫീസ് ഈ പറയുന്ന രീതിയിൽ പ്ലാനിങ്, അർബൻ പ്ലാനിങ്, എക്കണോമിക്സ് ഒക്കെ ആയിട്ട് കണക്റ്റഡായിട്ട് മനസ്സിലാക്കണം, എന്നാലേ അതിൻ്റെ പൂർണ്ണ പിക്ചർ കിട്ടുള്ളൂ. അപ്പോൾ അർബൻ എക്കോളജി ഡിസ്ക്രൈബ്സ് സ്റ്റഡി ഓഫ് ഹ്യൂമൻസ് ഇൻ സിറ്റീസ്, നേച്ചർ ഇൻ സിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നേച്ചർ എന്ന് ചുരുക്കി പറയാൻ പറ്റും. ഓക്കെ, അർബൻ എക്കോളജി എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ അർബൻ ഏരിയാസിലെ മനുഷ്യന്മാരെ കുറിച്ചുള്ള പഠനമാണ്, അർബൻ ഏരിയാസിലെ പരിസ്ഥിതിയെ കുറിച്ചുള്ള പഠനമാണ്, അർബൻ ഏരിയാസിലെ പരിസ്ഥിതിയും മനുഷ്യന്മാരും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് അർബൻ ഏരിയാസിലെ പരിസ്ഥിതി, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് മനുഷ്യന്മാരുടെ അവിടുത്തെ ലൈവ്ലിഹുഡിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് മനുഷ്യന്മാരുടെ ഒരു പ്രത്യേക വിഭാഗത്തിനെ പ്രത്യേക രീതിയിലേക്ക് ആക്കുന്നത്, മനുഷ്യന്മാരുടെ സാമൂഹികമായിട്ടുള്ള അവസ്ഥകളെ ക്രിയേറ്റ് ചെയ്യുന്നത്, അവിടെ നഗരത്തിലെ പരിസ്ഥിതി എങ്ങനെയാണ് മനുഷ്യൻ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് അർബൻ എക്കോളജി. എങ്ങനെയാണ് മനുഷ്യന്മാരും നഗരത്തിൻ്റെ പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം എങ്ങനെ നിലനിൽക്കുന്നു, എങ്ങനെ കണക്റ്റഡായി നിൽക്കുന്നു എന്നുള്ളതാണ് അർബൻ എക്കോളജിയിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അതിൽ ടെക്സ്റ്റിൽ ഒരുപാട് ഡെഫിനിഷൻസ് അർബൻ എക്കോളജിയായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതിൽ മെക്കൻസിയുടെയും ബർഗസിൻ്റെയും ഈ പറയുന്ന രീതിയിലുള്ള ഡെഫിനിഷൻ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദെയർ അർബൻ എൻവയോൺമെൻറ്റ്. നഗരത്തിൻ്റെ പരിസ്ഥിതിയും അവിടെയുള്ള ജനങ്ങളും തമ്മിലുള്ള കണക്ഷൻ, ഓക്കെ, ബന്ധം എന്താണ് എന്നുള്ള പഠനമാണ് ഇത്. എങ്ങനെ മനുഷ്യന്മാരും അവരുടെ നഗരത്തിലെ പരിസ്ഥിതിയും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന അർബൻ എക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Another study of is that human and ecological systems evolve together in urbanizing regions. ഓക്കെ, നഗരവൽക്കരണം സംഭവിക്കുന്ന സ്ഥലത്ത് പരിസ്ഥിതിയും മനുഷ്യനും എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ ഇതുകൊണ്ട് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു എക്കോസിസ്റ്റം എന്നുള്ള നിലക്ക്, ആവാസ വ്യവസ്ഥ എന്നുള്ള നിലക്ക് സിറ്റീസ് ഒരു പ്രത്യേക രൂപമാണ്. കാരണം സിറ്റി എന്ന് പറയുന്നത് എ യുണീക്ക് കൈൻഡ് ഓഫ് എൻവയോൺമെൻറ്റ്. ഓക്കെ, സിറ്റി അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ട് ഒരു പ്രത്യേക പരിസ്ഥിതി രൂപീകരിക്കുന്ന ഇടങ്ങളാണ് സിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സിറ്റിയുടെ എൻവയോൺമെൻറ്റ് തനിയെ ഉണ്ടാകുന്ന നാച്ചുറൽ എൻവയോൺമെൻറ്റ് മാത്രമല്ല,
ഓക്കെ, അതിന് പുറമെ ഈ ഇൻട്രാക്ഷൻസിന് എന്താണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പരിസ്ഥിതി തമ്മിലുള്ള ഇൻട്രാക്ഷന് മറ്റു പല റീസൺസും കൂടെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇത് അർബൻ എക്കോസിസ്റ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഹൈബ്രിഡ് ഓഫ് നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് എലമെൻറ്റ്സ്. ഒരു നഗര പരിസ്ഥിതി ഉണ്ടാകുന്നത് ആ നഗരത്തിൻ്റെ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള എൻവയോൺമെൻ്റ് അതിൽ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യന് സമൂഹത്തിലുള്ള പല കാര്യങ്ങളും ആ പരിസ്ഥിതി ഉണ്ടാകുന്നതിൽ വലിയൊരു ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. എന്തുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഒരു പ്രത്യേക പ്രദേശത്ത് പ്രത്യേക വിഭാഗം മാത്രം ഉണ്ടാകുന്നു? അതിനുള്ള കാരണം എന്താണ്? അതിൻ്റെ കാരണം നാച്ചുറൽ മാത്രമല്ല, സോഷ്യലും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ അർബൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രത്യേക എക്കോസിസ്റ്റമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ചുരുക്കി നമ്മൾ പറഞ്ഞത് അതാണ്. അർബൻ എക്കോളജിയെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പറഞ്ഞത്. അർബൻ എക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഈ പറയുന്ന രീതിയിൽ പരിസ്ഥിതിയെ ജീവികളും അവരുടെ പരിസ്ഥിതിയെയും കുറിച്ചിട്ടുള്ള പഠനങ്ങളെയാണ് എക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അർബൻ സ്റ്റഡീസിലേക്ക് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നഗരങ്ങളുടെ പരിസ്ഥിതിയും അത് അവിടുത്തെ ഉള്ള മനുഷ്യന്മാരും തമ്മിൽ എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കാൻ അർബൻ എക്കോളജി നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ അർബൻ എക്കോളജി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് അർബൻ അല്ലെങ്കിൽ നഗരത്തിൻ്റെ പരിസ്ഥിതിയും മനുഷ്യന്മാരും അവിടെ എങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ള പഠനമാണ്. അപ്പോൾ അത് നഗരത്തിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനമാണ്, നഗരത്തിലെ മനുഷ്യന്മാരെക്കുറിച്ചുള്ള പഠനമാണ്, നഗരത്തിലെ പരിസ്ഥിതിയും മനുഷ്യന്മാരും എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള പഠനമാണ്. ഇപ്പോൾ നഗരത്തിൻ്റെ പരിസ്ഥിതിയെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് ഡിസ്കഷൻ വരുന്ന ഒരു സാധനമാണ് അർബൻ ക്ലൈമറ്റ് എന്ന് പറയും. ഇപ്പോൾ കാലാവസ്ഥ, ഇപ്പോൾ നഗരങ്ങളിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ പൊതുവായി കാണപ്പെടുന്ന അല്ലെങ്കിൽ ലോങ് ടൈം ബിഹേവിയർ ഓഫ് അറ്റ്മോസ്ഫിയർ, അവിടുത്തെ അന്തരീക്ഷം കൂടുതലായി കാണപ്പെടുന്ന അതിൻ്റെ ഈ പറയുന്ന രീതിയിൽ ക്ലൈമറ്റ്, അതിൻ്റെ കാലാവസ്ഥ എന്താണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കൂടുതലായി കാണപ്പെടുന്ന ടെമ്പറേച്ചർ, കൂടുതലായി കാണപ്പെടുന്ന പ്രഷർ കൂടുതലായി കാണപ്പെടുന്ന വിൻഡ്, ഇതൊക്കെ അതിൽപ്പെടുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഹീറ്റിനെ പറ്റി പറയുമ്പോൾ, ടെമ്പറേച്ചറെ പറ്റി പറയുമ്പോൾ പൊതുവെ ചുറ്റുമുള്ള മറ്റു പരിസര പ്രദേശങ്ങളെക്കാൾ അർബൻ ഏരിയാസിൽ എന്തായിരിക്കും? അർബൻ സിറ്റി ഏരിയാസിൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിന് കാരണം അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അർബൻ സെൻറ്റേഴ്സ്, വലിയ ബിൽഡിങ്ങുകൾ, ഒരുപാട് ബിൽഡിങ്ങുകളും പറയുന്ന ഫാക്ടറികളും മറ്റും, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാപനങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കും പൊതുവെ നഗരപ്രദേശങ്ങൾ. അതുകൊണ്ട് ആ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഓക്കെ, അത് ഈ പറയുന്ന രീതിയിൽ ബിൽഡിങ്സിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ആസ്ഫാൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ടാർ, ഓക്കെ, റോഡ് ഉണ്ടാക്കാൻ നിർമ്മിക്കുന്ന ടാർ, ഇതിനൊക്കെയും ഈ പറയുന്ന രീതിയിൽ സർഫസ് ഏരിയ, അതല്ലെങ്കിൽ അത് മറ്റു ഈ പറയുന്നത് അതിൻ്റെ സർഫസ് ഏരിയ ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നു. ഭൂമിയിലേക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിന് പോലെയല്ല മറ്റു ഈ പറയുന്ന സാധനങ്ങളിൽ വാൾസിലും റൂഫ്സിലും റോഡിലൊക്കെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങുകളൊക്കെ അല്ലെങ്കിൽ റോഡുകളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ അത് കൂടുതൽ സോളാർ എനർജി അബ്സോർബ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് പൊതുവെ അർബൻ ഏരിയാസിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ ഈ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാനുള്ള സംവിധാനങ്ങൾ പലയിടത്തും സിറ്റികളിൽ കുറവാണ്. അതൊക്കെയും പെയ്യുന്ന മഴയുടെ അളവൊക്കെയും ഈ പറയുന്ന സീവേജ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള സീവേജ് സിസ്റ്റത്തിലൂടെ ഈ പറയുന്ന രീതിയിൽ ഒലിച്ചു പോവുകയും ഭൂമിയിലേക്ക് ഇറങ്ങാതിരിക്കുകയും ചെയ്യുന്നു. ഇത് പൊതുവെ അർബൻ ഏരിയാസിൻ്റെ മോയ്സ്ചർ കുറക്കുകയും ഈർപ്പം കുറക്കുകയും അവിടുത്തെ ഉള്ള ഈ പറയുന്ന സർഫസൊക്കെ ഡ്രൈ ആക്കി വെക്കുകയും ഹീറ്റ് ചൂട് കൂടാനുള്ള കാരണമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അർബൻ ടെമ്പറേച്ചറിനെ പറ്റി പറയുമ്പോൾ അർബൻ ക്ലൈമറ്റിലെ അർബൻ ടെമ്പറേച്ചറിൻ്റെ കാര്യം സൂചിപ്പിക്കുന്നത്. അടുത്തത് അർബൻ എൻവയോൺമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ
പറയുന്ന അർബൻ എക്കോളജി പറയുമ്പോൾ, നഗരത്തിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്ന അർബൻ ഹൈഡ്രോളജിയാണ്. അതായത് നഗരങ്ങളിലെ വെള്ളം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ജലശാസ്ത്രം എന്നുള്ളതാണ് അതിൻ്റെ മലയാളം പറയുക. ഇപ്പോൾ അർബൻ ഹൈഡ്രോളജി അവിടുത്തെ നഗരങ്ങളിലെ വെള്ളത്തിൻ്റെ അളവ്, അതിൻ്റെ ലഭ്യത, അതിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെയാണ് എന്താണ് ഈ അർബൻ ഹൈഡ്രോളജി, ജലശാസ്ത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്ഥലം അർബനൈസ് ആകുമ്പോൾ, നഗരമാകുമ്പോൾ അവിടുത്തെ വെള്ളത്തിൻ്റെ അളവും തമ്മിൽ എന്താണ് വലിയൊരു വ്യത്യാസം, വെള്ളത്തിൻ്റെ അളവിൽ വലിയൊരു വ്യത്യാസം പൊതുവെ സംഭവിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ മഴ പെയ്യുന്ന ഇടങ്ങളിൽ പക്ഷേ നഗരമായി മാറുന്നതോടുകൂടി ആ പെയ്യുന്ന മഴ പകുതിയും ഭൂമിയിലേക്ക് ഇറങ്ങാതെ ബിൽഡിങ്ങുകൾ, അതേപോലുള്ള റോഡുകൾ, ഇതിലൊക്കെയും റൂഫുകൾ, ഇതിലൊക്കെ എന്താണ് മഴ പെയ്യുകയും ആ വെള്ളം മൊത്തം കാണകളിലേക്ക് പോവുകയും അങ്ങനെ സർഫസ് എന്താണ് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഡ്രൈ ആവുകയും വെള്ളം കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ പൊതുവെ എന്താണ് നഗരങ്ങളിൽ കാണപ്പെടുന്നു എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ നഗരപ്രദേശങ്ങളിൽ വെള്ളം എന്താണ് അവിടുത്തെ എന്താണ് നഗരങ്ങളിലുള്ള ജലലഭ്യത കുറയാനുള്ള സാധ്യത നഗരങ്ങളിൽ കൂടുതലാണ്. അത് നഗരങ്ങളെ ഡ്രൈ ആക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ പോലും ഈ പറയുന്ന രീതിയിൽ എന്താണ് ഒരുപാട് സോളിഡായിട്ടുള്ള വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടായത് കാരണം എന്താണ് ഈ പറയുന്ന രീതിയിൽ എന്താണ് വരണ്ട കാലാവസ്ഥയാണെങ്കിലും ജലലഭ്യത കുറവാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മൂടൽമഞ്ഞ്, ഫോഗ് ഉണ്ടാവാനുള്ള എന്താണ് ചാൻസ് പൊതുവെ നഗരങ്ങളിൽ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അതിന് പരിഹാരം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ചെടികളും മണ്ണുള്ള പ്രദേശങ്ങളാണെങ്കിൽ അവ വെള്ളം ഭൂമിയിലേക്ക് തടഞ്ഞു നിർത്തുകയും ഭൂമിയിലേക്ക് ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് മൂലം എന്താണ് ഈ പറയുന്ന വെള്ളം വറ്റിപ്പോകുന്ന അവസ്ഥകളൊക്കെ ഇല്ലാതാക്കാൻ ഈ പറയുന്ന മരങ്ങൾക്കും മണ്ണിനും സാധിക്കുമെന്നുള്ളതാണ് അർബൻ ഹൈഡ്രോളജിയായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തതായി നഗരത്തിൻ്റെ പരിസ്ഥിതിയെ മനസ്സിലാക്കുമ്പോൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അർബൻ സോയിലാണ്. നഗരത്തിലെ മണ്ണുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസാണ്. അതിൽ മനസ്സിലാക്കേണ്ടത്, ഇത് 2 റീസൺ കൊണ്ട് നഗരത്തിലെ മണ്ണ് പഠനാർഹമാണ് എന്ന് പറയാറുണ്ട്. ഒന്ന്, ഈ മണ്ണ് ആണ് എല്ലാ ഈ പറയുന്ന രീതിയിലും സ്ട്രക്ചറുകളും എല്ലാ ബിൽഡിങ്ങുകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നത് ഈ മണ്ണിലാണ്. അതുകൊണ്ട് തന്നെ അർബൻ സോയിലിനെ കുറിച്ച് പഠിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഈ അർബൻ സോയിൽ കുറിച്ച് പഠിക്കുമ്പോഴാണ് അവിടുത്തെ ഉള്ള പ്ലാൻ ഗ്രോത്തിനെ കുറിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയും. അപ്പോൾ ഈ ഓരോ നാട്ടിലെയും മണ്ണിൻ്റെ ആഴം, അതിൻ്റെ ഘടന, അതിലെ വെള്ളത്തിൻ്റെ അളവ്, ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ആ നാട്ടിലെ ബിൽഡിങ്ങുകളുടെ നിർമ്മാണത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല പൊതുവെ നഗരങ്ങളിൽ ബിൽഡിങ്ങുകൾ കൂടുതലുള്ള ഏരിയാസ്, അല്ലെങ്കിൽ ബിൽഡിങ്ങിനടുത്തുള്ള ഏരിയാസിലുള്ള മണ്ണിന് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ക്വാളിറ്റീസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഈ പറയുന്ന സിമൻറ്റ്, അതേപോലുള്ള ഈ പറയുന്ന രീതിയിൽ മറ്റു കെട്ടിട നിർമ്മാണത്തിൻ്റെ കോൺക്രീറ്റ് പോലുള്ള കെട്ടിട നിർമ്മാണത്തിൻ്റെ വേസ്റ്റുകൾ അവിടെ വന്ന് അടിയുന്നത് മൂലം അതിൻ്റെ മിക്ക ബിൽഡിങ്ങുകളുടെ പരിസരത്തുള്ള മണ്ണിന് സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ചെടികൾ വളരാൻ അത്തരം മണ്ണുകൾ മതിയാവാതെ വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഈ ചെടികളും കൃഷിക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിലുള്ള ഓർഗാനിക് ജൈവിക ഗുണങ്ങളുള്ള മണ്ണ് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. മാത്രമല്ല പൊതുവെ ചെടികളിൽ ഈ പറയുന്ന രീതിയിൽ നഗരത്തിൽ നടാൻ പറ്റുന്ന, നഗരത്തിൽ വളർത്താൻ പറ്റുന്ന ചെടികൾ പൊതുവെ നല്ല ഈ പറയുന്ന കപ്പാസിറ്റി, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഉള്ള ഒരുപാട് ഇപ്പോൾ പറയുന്ന രീതിയിൽ പുക എത്ര അടിച്ചു കഴിഞ്ഞാലും വെയിൽ കുറവാണെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ചെടികളായിരിക്കും പൊതുവെ അർബൻ എൻവയോൺമെൻറ്റിന് ഏറ്റവും സ്യൂട്ടാകുന്നത് എന്നാണ് അർബൻ സോയിലായി ബന്ധപ്പെട്ട ഡിസ്കഷനിൽ പറയുന്നത്. പിന്നെ ഡിസ്കഷൻ വരുന്നത് അർബൻ ബയോഡൈവേഴ്സിറ്റി എന്നതാണ്, നഗരത്തിൻ്റെ ജൈവവൈവിധ്യം എന്ന് പറയാൻ പറ്റുന്ന സംഭവം. അർബൻ ബയോഡൈവേഴ്സിറ്റി
പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഈ പറയുന്ന രീതിയിൽ അർബൻ ഏരിയാസിലെ ഈ പറയുന്ന അതിൻ്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ് അവിടെ ഒരു നല്ല ജൈവവൈവിധ്യമുള്ള ഇടങ്ങൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അങ്ങനെയുള്ള ജൈവവൈവിധ്യമുള്ള ഹാബിറ്റാറ്റ് നാച്ചുറൽ ഹാബിറ്റാറ്റ് ഇല്ലാത്തിടത്തോളം അവിടുത്തെ ഈ പറയുന്ന രീതിയിൽ മനുഷ്യന്മാരുടെ വിനോദം സാമൂഹികവുമായിട്ടുള്ള പലതരത്തിലുള്ള നഗരത്തിലെ മനുഷ്യന്മാരെ സ്വാധീനിക്കാൻ നെഗറ്റീവായി സ്വാധീനിക്കാനുള്ള കാരണങ്ങളുണ്ട്. മാത്രമല്ല മനുഷ്യൻ്റെ ജീവിതം ആരോഗ്യപരമായിട്ടും അതിൻ്റെ ക്ലൈമറ്റ് മോശമാവാനും അതില്ലെങ്കിൽ സിറ്റിയുടെ ക്ലൈമറ്റ് മോശമാവാനും ആരോഗ്യപരമായി നെഗറ്റീവായിട്ട് ബാധിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്തരം ജൈവ വൈവിധ്യം നിലനിൽക്കുന്ന ഇടങ്ങൾ സിറ്റി സെൻറ്റേഴ്സിൽ വേണം എന്നുള്ളത് സിറ്റിയുടെ അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ മനുഷ്യന് സാമൂഹികവും സാമ്പത്തികവും ഈ പറയുന്ന രീതിയിൽ ഒരേ സമയം ആരോഗ്യകരവുമായിട്ടുള്ള പലതരം പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രീൻ ഏരിയാസ് എന്ന് പറയുന്നത് സിറ്റിയെ സംബന്ധിച്ച് വളരെ എസെൻഷ്യലായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ് എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കുന്നതാണ്.